കടലാക്രമണ ഭീഷണിയിൽ കഴിയുന്ന കുടുംബങ്ങളെ സുരക്ഷിതമായ മേഖലയിൽ ഭവനമൊരുക്കി പുനരധിവസിപ്പിക്കണം. അതിനുവേണ്ടി സർക്കാർ ലക്ഷ്യമിട്ട ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേര്, മനോഹരമായ പേരാ, പുനർഗേഹം. പക്ഷേ ആ പദ്ധതി പാളി. പദ്ധതി വന്ന് 4 വർഷമാകുമ്പോഴും അപേക്ഷകരിൽ 4/1 പേരെ പോലും പുനരധിവസിപ്പിക്കാൻ ഫിഷറീസ് വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ദുരിതത്തിൽ കഴിയുന്ന 18,149 കുടുംബങ്ങളിൽ 3012 കുടുംബങ്ങളെ മാത്രമാണ് ഇതുവരെ പുനരധിവസിപ്പിച്ചത്. വിവരാവകാശ രേഖ റിപ്പോർട്ടറിന് ലഭിച്ചു. പ്രതികരണങ്ങൾ 2021 ഞാൻ അപേക്ഷിച്ചത്. പുനർപദ്ധതിയിൽ 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരു രൂപ പോലും ഇന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. ആ രീതിക്കാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. നിലവിലെ അവസ്ഥ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വീട് പോയി ഇത്രയും നാളായിട്ട് വാടക ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളെ എല്ലാം ചെയ്തിട്ട് ഞങ്ങളുടെ കുറച്ച് പേർക്ക് വാടക ഇതുവരെ 1 രൂപ വാടക തന്നില്ല. ഞങ്ങൾ ഈ താമസിക്കുന്ന വീട് പോലും 7000 രൂപ വാടകയും കൊടുത്ത് കറണ്ട് ബില്ലും അടച്ച് ഞങ്ങൾ സ്വന്തം കയ്യിൽ നിന്നാണ് ഞങ്ങൾ ഈ കടൽ കൊണ്ട് കിട്ടുന്നതിൽ നിന്നാണ് അടുത്ത് ഞങ്ങൾ വാടക കൊടുത്ത് കഴിഞ്ഞു പോകുന്നത്. അരുൺ സോളമൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, ഗുഡ് മോർണിംഗ്. അരുൺ, പുനർഗേഹം പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. ഇപ്പോൾ എത്ര വർഷമായി എന്നിട്ടും 4/1 ആളുകളെ പോലും പുനരധിവസിപ്പിക്കാൻ സാധിച്ചില്ല? 15,000-ഓളം ആളുകൾ ഇപ്പോഴും പുനർഗേഹം പദ്ധതിയിൽ പ്രതീക്ഷയർപ്പിച്ച് കഴിയുകയാണ് അല്ലേ? അവരുടെ പ്രതീക്ഷ തന്നെ ഇരുളടഞ്ഞിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് അരുൺ? തീർച്ചയായിട്ടും അരുൺ, ഗുഡ് മോർണിംഗ്. പ്രധാനമായിട്ടും ഇരുളടഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു വന്ന സർക്കാർ 2020 മാർച്ച് മാസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുനർഗേഹം പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്നിപ്പോൾ 2025 ഏപ്രിൽ മാസം അടുക്കുമ്പോൾ 5 വർഷം ആവുകയാണ്. അത്തരത്തിൽ ഈ പദ്ധതി വന്ന് 4 വർഷം പിന്നിടുമ്പോഴും 4/1 പേരെ പോലും ഈ പദ്ധതി പ്രകാരം പുനരധിവസിപ്പിക്കാനായിട്ട് സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. പ്രധാനമായും ഈ സർക്കാർ നടത്തിയ സർവേ പ്രകാരം 2017 മുതലുള്ള ആൾക്കാർ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അത്തരത്തിൽ 21,161 പേരാണ് ഈ സർവേ പ്രകാരം ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. അതിൽ ഇപ്പോൾ 3012 പേരെ മാത്രമാണ്, നമുക്ക് ലഭിച്ച വിവരാവകാശ റിപ്പോർട്ട് പ്രകാരം 3012 പേരെ മാത്രമാണ് പുനരധിവസിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം 4/1 പേരെ പോലും പുനരധിവസിപ്പിക്കാനായിട്ട് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഈ ലിസ്റ്റിലുള്ള 18,149 പേര് ഇനിയും ബാക്കിയുണ്ട്. അവരുടെ ജീവിതം പൂർണ്ണമായിട്ടും ഇരുളടഞ്ഞിരിക്കുകയാണ്. പ്രധാനമായും സർക്കാർ ഇവരിൽ പലർക്കും വാടക വീടുകളിലേക്ക് മാറാനായിട്ട് പറഞ്ഞിരുന്നു. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അരുൺ നേരത്തെ. അവർക്ക് പ്രതിമാസം 5,000 രൂപ നൽകാമെന്ന് പറഞ്ഞു. ആ 5,000 രൂപയും ഈ സർക്കാർ നൽകിയിരുന്നില്ല. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞു വന്ന സർക്കാർ പിന്നെയും ഉറപ്പാണ് LDF എന്ന് പറഞ്ഞ് വീണ്ടും 2021 വീണ്ടും അധികാരത്തിലെത്തുന്നു. പക്ഷേ അപ്പോഴും ആ പ്രതീക്ഷയോടുകൂടി കേരളത്തിലെ ജനങ്ങൾ LDF സർക്കാരിനെ വരവേറ്റപ്പോഴും ഈ കടലോരത്ത് ജീവിക്കുന്ന, തീരദേശത്ത് ജീവിക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു ഭവനം ഒരുക്കാനായിട്ട് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വരുന്ന ഒരു വലിയൊരു ആക്ഷേപമാണ്. പ്രധാനമായും സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ പേര് അപേക്ഷകരായിട്ടുള്ളത് തിരുവനന്തപുരം, ആലപ്പുഴ, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലകളിൽ നിന്നായിട്ടാണ്. ഇവിടെയൊക്കെയും 4,000-3,000 വരുന്ന ജനങ്ങളാണ് ഈ ജില്ലകളിൽ നിന്നും അപേക്ഷകരായിട്ട് എത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ പേരുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. തൊട്ട് പിന്നിലുള്ളത് തിരുവനന്തപുരത്താണ്. ഇത്തരത്തിൽ ഈ ജില്ലകളിലുള്ളവർ പലരും അപേക്ഷിച്ചപ്പോഴും അവർക്ക് മുന്നിൽ വാതിലടയ്ക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഓരോ ജില്ലകളിലും അതാതായിട്ടുള്ള ജില്ലാ കളക്ടർമാരാണ് ഇതിൻ്റെ ചെയർമാനായിട്ട് വന്നിട്ടുള്ളത്. അവരുടെ വിലയിരുത്തലുകളിലും അതുപോലെ തന്നെ താലൂക്ക് അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ഒരു സർവേ നടത്തിയാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ കൃത്യമായിട്ട് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. പക്ഷേ അവരെ ഈ ഒരു ഘട്ടത്തിൽ ഇതുവരെയും അവർക്ക് വീടുകൾ വച്ചു നൽകാനോ ഭൂമി നൽകാനോ, കേവലം 10 ലക്ഷം രൂപയുടെ പദ്ധതി 3 ഗഡുക്കളായിട്ടാണ് ഈ പൈസ നൽകുന്നത്. പക്ഷേ ഒരു ഗഡു പോലും നൽകാനായിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു ആക്ഷേപമാണ്. അതിനൊപ്പം വലിയൊരു ആരോപണമായിട്ടും പ്രതിപക്ഷവും പലപ്പോഴും നിയമസഭയിൽ അടക്കം ഉന്നയിച്ചതാണ്. പക്ഷേ ഇപ്പോൾ 2025 ആകുമ്പോൾ 5ാമത്തെ വർഷത്തിലേക്ക് സർക്കാർ ഈ വിഷയവുമായി ഈ പദ്ധതി കടക്കുകയാണ്. അപ്പോഴും 4/1 പേരെ മാത്രമാണ് പുനരധിവസിപ്പിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. താങ്ക് യു അരുൺ. വല്ലാത്ത ഒരു വാർത്തയാണ്.